Hello everyone, welcome to PKPSC Corner YouTube channel. First of all, നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് വേണം. സോ PSC പലപ്പോഴും ഒരു ബാലികേറ മലയായിട്ടാണ് നമ്മളിൽ പലരും കാണുന്നതല്ലേ. എത്ര പഠിച്ചാലും കിട്ടുന്നില്ല, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൽ 31 എന്ന മികച്ച അച്ചീവ്മെന്റ് ആണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കാനും യൂട്യൂബും ഗൂഗിളും ആയിരുന്നു. ഞാൻ എന്റെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് അത് തന്നെയാണ് പഠിക്കാറുള്ളത്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ എനിക്കും അറിയായിരുന്നു. അതും വളരെ കുറച്ച് സമയം കൊണ്ട് 2022 മുതൽ പ്രിപ്പറേഷൻ തുടങ്ങി 2023 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലാണ് 31 റാങ്ക് കരസ്ഥമാക്കിയത്. എങ്ങനെയായിരിക്കും? കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിഞ്ഞാലോ? സോ ലെറ്റ്സ് വെൽക്കം നിഖിൽ. ആദ്യമായിട്ട് ഞാൻ പിക്കച്ചേന്റെ ക്ലാസ് കണ്ടതിന് ശേഷമാണ് പിന്നെ അതിന്റെ വാല്യൂ എനിക്ക് മനസ്സിലാവുന്നത്. ഇതിലോട്ട് വന്നപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനാണ് ഞാൻ കൂടുതൽ വെയിറ്റേജ് കൊടുത്തത്. ആ സമയത്ത് എനിക്ക് ഈ PKPSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ മാത്രമേ ഞാൻ PKPSC Corner. Craft your future. ഏറ്റവും സ്നേഹത്തോടുകൂടെ ലെറ്റ്സ് വെൽക്കം നിഖിൽ സ്വാഗതം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്, വലിയൊരു അച്ചീവ്മെന്റ് ആണ്. 31 റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീലിങ്സ്? എന്ത് തോന്നി ഇത്രയും മികച്ചൊരു അച്ചീവ്മെന്റിലോട്ട് എത്തിയപ്പോൾ? 31 റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ 50-നകത്തുള്ള ഒരു റാങ്ക് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. സത്യം പറഞ്ഞാല് സർവേയിലൊക്കെ ഞങ്ങൾ ചെയ്തപ്പോഴത്തേക്കും കുറെ റോങ് എൻട്രീസ് ഉണ്ടായിരുന്നു. അത് കാരണം റാങ്ക് കുറച്ച് ബാക്കിലായിരുന്നു. അപ്പം 50-കകത്ത് വരുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. 50-കകത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കൂടുതൽ നമുക്ക് ആ കഥകളിലേക്ക് കിടക്കാം. വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം. തിരുവനന്തപുരത്താണ് വീടെന്ന് പറഞ്ഞത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ വീട്ടില് അമ്മ, അച്ഛൻ, വൈഫ്, അനിയൻ്റെ വൈഫ്. ഇത്രയും പേരാണ് വീട്ടിലുള്ളത്. അപ്പം ഏത് സമയം തൊട്ടാണ് PSCയിലോട്ട് വരുന്നത്? ഞാൻ ബിടെക് ആണ് ചെയ്തത്. ബിടെക് ചെയ്തിട്ട് പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു. ഏകദേശം 6 വർഷത്തോളം ഞാൻ ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് 2021 ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് 2022 ജനുവരി മുതലാണ് ഞാൻ PSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2022 മുതൽ 2023 എന്ന് പറയുമ്പോൾ കുറച്ച് കാലമാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അത്രയും കാലം. കാരണം ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോൾ ഇപ്പോൾ കുറേ സമയം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരുപാട് പേര് ക്രാക്ക് ചെയ്യുന്നത്. ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ക്രാക്ക് ചെയ്തെന്ന് പറഞ്ഞ ഒരു മികച്ചൊരു സംഭവമാണ്. അപ്പം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ടിപ്സും ആൻഡ് ട്രിക്സ് എന്താണ്? ടിപ്സ് ആൻഡ് ട്രിക്സ് വലുതായിട്ടൊന്നുമില്ല. അത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആണ് വന്നത്. കാരണം 2022 കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിൽ ആ സമയത്താണ് PSCയുടെ പാറ്റേൺ ചേഞ്ച് ആയത്. അപ്പം എല്ലാവരും അതിന് മുന്നേ പഠിച്ചവരും ഞാനും ഒക്കെ ഏകദേശം ഒരേ സ്റ്റാൻഡേർഡിലായി മാറി. അപ്പം കൂടുതൽ വർക്ക് ചെയ്യുന്നവർ കയറി വരും എന്നുള്ള രീതിയിലായി. ഗൾഫിലെ ജോലി വിട്ട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ആ സമയത്ത് കൊറോണ തന്നെയാണ് റീസൺ. കൊറോണ ടൈമിൽ വീട്ടുകാർ ഇവിടെയും ഞാൻ അവിടെയും ആ സമയത്തുണ്ടായിരുന്ന ഒരു ലോൺലിനെസ് ആയിരുന്നു എന്ന് മെയിനായിട്ട്. ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ വന്നതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രിപ്പറേഷനിലോട്ട്. അതെ, കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ PSC. വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു? അതെ, സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു മികച്ചൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ അതിന്റെ ട്രിക്സ് ഞങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാവോ? എന്താണ്? എൻ്റെ അനിയനാണെങ്കിൽ PSC എഴുതി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ അവൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു. എനിക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഞാനൊരു PSCയിൽ ഭയങ്കര കംപ്ലീറ്റ്ലി ഒരു ബിഗിനർ തന്നെയായിരുന്നു. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടുത്തെ ജോലി കളഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ PSC ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ് തരണം ചെയ്ത്? എങ്ങനെയായിരുന്നു ബിഗിനിങ്ങിൽ? എങ്ങനെയായിരുന്നു? SSC ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഗൾഫിൽ പോകുന്നതിന് മുന്നേ ഞാൻ SSC ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിലിംസ് ക്ലിയർ ചെയ്താണ്. പക്ഷെ മെയിൻസ് എനിക്ക് അന്ന് എഴുതാൻ പറ്റില്ല. അതിന് മുമ്പ് എനിക്ക് ജോലി ശരിയായി പോകേണ്ടി വന്നതുകൊണ്ട്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആ SSCയുടെ ആ ഒരു ഇത് എനിക്ക് മാത്സിലും ഇംഗ്ലീഷിലും ആ ഒരു ഇതുണ്ടായിരുന്നു. അതെനിക്ക് വലുതായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു. പക്ഷേ BSc ഞാനൊരു കംപ്ലീറ്റ് ബിഗിനർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ സർവീസിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. 1 വർഷത്തോളം ഞാൻ അവിടെ പഠിച്ചായിരുന്നു. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സർവീസിൽ ഞാൻ ഇത്രയും നല്ലവണ്ണം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ ഒരു ഇതിന്റെ ബേസിൽ മാത്രമാണ് ഞാൻ കമ്പനി ബോർഡിന്റെ മെയിൻസ് എക്സാം ക്ലിയർ ചെയ്തത്. അതിൽ എത്ര ഉണ്ടായിരുന്നു റാങ്ക്? കമ്പനി ബോർഡിന്റെ ഇത് KSFEയുടെ ലിസ്റ്റിൽ എനിക്ക് 1082 ആയിരുന്നു. ആദ്യം സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന എക്സാം കമ്പനി ബോർഡ് എക്സാം ആയിരുന്നു. ആദ്യം ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഓൺ ദ ഗോ വന്ന എല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് പോവായിരുന്നു.
അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എഴുതിയതെന്ന് പറയുമ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാം ആയിരുന്നു. അതിനുശേഷമാണ് ഓരോരോ എക്സാം ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് പ്രിലിംസ് എല്ലാം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് ഡിഗ്രി ലെവൽ പ്രിലിംസ് വന്നു, അതും ക്ലിയർ ചെയ്തു. പിന്നെയാണ് മെയിൻസ് എക്സാമുകളിലോട്ട് വരുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ്? സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, അതല്ലാണ്ട് ബാക്കിയുള്ള കമ്പനി ബോർഡിന്റെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഡെസ്പ് ആയിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തതിന്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം അറ്റംപ്റ്റ് വളരെയായിട്ട് കുറഞ്ഞു. ഞാൻ ആകെ 52 അങ്ങോട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ അറ്റംപ്റ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാനൊരു സേഫ് സൈഡിൽ നിൽക്കാൻ നോക്കി. അതായത് 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അതെനിക്ക് പിന്നീട് ഭയങ്കര റിഗ്രറ്റായി മാറി. അത് കഴിഞ്ഞിട്ടാണ് ഈ കമ്പനി ബോർഡ് ആ ഒരു ഡെസ്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി ഞാൻ പരിചയപ്പെട്ട സജ്ന എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, കൂട്ടുകാരി. ആ കുട്ടിയാണ് എനിക്ക് PKPSC എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ അതിലെ ക്ലാസ്സുകളൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലോട്ട് വരുമ്പോൾ? ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പേജിൽ വരുമ്പോൾ എല്ലാവരും അവിടെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും അവിടെ പുകഴ്ത്തി പറയുന്നത്. അപ്പം ഇത് ആദ്യം ഒന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ പതുക്കെ ആദ്യമായിട്ട് ഞാൻ PKGന്റെ ക്ലാസ് കണ്ടതിന് ശേഷമാണ് പിന്നെ അതിന്റെ വാല്യൂ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചേട്ട ഫുൾ ക്ലാസ്സും ഞാൻ രാവിലെ ഉറക്കണിയിട്ടിരുന്ന് തന്നെ കേട്ടു. ആ ഒരു ടൈം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് കഴിഞ്ഞുള്ള ആ ഒരു 2 മാസം ടൈമാണ്. അപ്പോൾ എനിക്ക് നോട്ടൊന്നും പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. റിവിഷൻ ഒന്നും വലുതായിട്ട് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടില്ല. പക്ഷെ ക്ലാസ്സുകൾ ഞാൻ കേൾക്കുമായിരുന്നു. ആ സമയം മെയിനായിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചത് PKGന്റെ പൊളിറ്റി ക്ലാസ്സും യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സും ഞാൻ മിസ് ചെയ്യാതെ ഫുള്ള് കേട്ട് നോട്ട് എഴുതി പഠിച്ചായിരുന്നു. GK പ്രിപ്പറേഷൻ കമ്പനി ബോർഡിന്റെ വരെ ഉള്ളതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ നിന്നില്ല. ഈ ഒരു PKGന്റെ ക്ലാസ് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചത്. ആ സമയം ആ 2 മാസത്തിൽ ഞാൻ പഠിച്ചത് ഇത് മാത്രമാണ്. യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക്കും PKGന്റെ പോളിറ്റി ക്ലാസ്സും. പിന്നെ PKPSCയിൽ വരുന്ന ക്ലാസ്സസ് ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓഫ് ടൈം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നത് നിർത്തിയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ PKPSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന്റെ കൂടെ തന്നെ മലയാളത്തിന് വേണ്ടി ഫസ്റ്റ് ബെൽ മലയാളം മിമിസിന്റെ ക്ലാസ്സും അതുപോലെ ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ചാനൽ, ഒരു 7 മണി മുതൽ 8 മണി വരെയുള്ള ഡെയിലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഞാൻ സ്ഥിരമായിട്ട് ആ ഒരു 2 മാസം സ്ഥിരമായിട്ട് അത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒത്തിരി ഈ ഒരു മികച്ച റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സ്പെഷ്യലി നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യലായിരുന്നു. മാത്സ് ഞാൻ ഈ കമ്പനി ബോർഡിന്റെ എക്സാം വരെ ഞാൻ മാത്സ് തൊട്ടിട്ടില്ല. കാരണം എനിക്ക് മാത്സിൽ അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു SSCയുടെ ബേസിൽ. പക്ഷെ കമ്പനി ബോർഡ് എക്സാം എത്തിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ടൈം കൺസ്യൂമിംഗ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഏത് റൂട്ടിലോട്ട് പോകണമെന്ന് മനസ്സിലായി. എനിക്കത് 2 മിനിറ്റ് അല്ലെങ്കിൽ എനിക്കൊരു 5-10 സെക്കൻഡ് അത് തിങ്ക് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ മെയിൻസ് എക്സാം ആവുകൊണ്ട് വലിയ ഇഷ്യൂ വന്നില്ല. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം വന്നപ്പോൾ മലയാളത്തിനും ഇംഗ്ലീഷിനും ഒപ്പം തന്നെ മാത്സും പ്രാക്ടീസ് ചെയ്തു. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിവിഷൻ ഒക്കെ പ്രയോറിറ്റി ചെയ്ത് കൊടുക്കുന്ന എങ്ങനെയായിരുന്നു റിവിഷൻ പ്രിപ്പറേഷൻ? കമ്പനി ബോർഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് കമ്പനി ബോർഡ് വരെ ഞാൻ പ്യുവറായിട്ട് നല്ലോണം റിവൈസ് ചെയ്ത് തന്നെ പോയിരുന്നു. കമ്പനി ബോർഡ് എക്സാം എനിക്ക് വളരെ ആ GK ഫീൽഡൊക്കെ എനിക്ക് വളരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റി. എനിക്ക് ആ ഒരു ഇതിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ഇതിലോട്ട് വന്നപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനാണ് ഞാൻ കൂടുതൽ വെയിറ്റേജ് കൊടുത്തത്. PKPSCയിൽ വന്നിരുന്ന ക്ലാസ്സുകൾ ഞാൻ എല്ലാം ഒന്നുപോലും മിസ് ചെയ്യാതെ കേൾക്കുമായിരുന്നു. പിന്നെ ഇത് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെ മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ പോലും 2 ദിവസത്തിലൊരിക്കോ 3 ദിവസത്തിലൊരിക്കോ ഒക്കെ ഞാൻ മോക്ക് ടെസ്റ്റ് എടുക്കുമായിരുന്നു. ഈ തൊഴിൽ വാർത്ത പോലുള്ള ഇതിൽ വരുന്ന മോക്ക് ടെസ്റ്റ് അതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ ടൈമിലാണ് ഞാൻ ഇത് ചെയ്തു നോക്കുന്നത്. ആ സമയത്ത് തെറ്റുന്ന സാധനങ്ങൾ, തെറ്റുന്ന ഏതെങ്കിലും പോയിന്റ് തെറ്റുകയാണ്, അതൊക്കെ ആണെങ്കിൽ പോയി നോക്കുമായിരുന്നു. അല്ലാതെ റിവിഷനായിട്ട് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തൊട്ടേ ഒരു ടാർഗറ്റ് ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യണം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നോ? ഡിഗ്രി ലെവലിലെ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം അത്രയാണ്. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എനിക്ക് അതായിരുന്നു ഏറ്റവും വലിയ എയിം. പക്ഷെ അതെനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അടുത്തത് എല്ലാവരും പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരുന്നു. അത് തന്നെയായിരുന്നു അടുത്ത എയിം തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റി. സന്തോഷമുണ്ട്. PKGനെ പേഴ്സണലി കണക്ട് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്? ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ഡിഗ്രി ലെവൽ എക്സാംസിന്റെ പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ ഒതന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റി കുറെ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വായിച്ചിട്ട് തന്നെയാണോ? ഞാൻ അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല. മെയിനായിട്ട് ഞാൻ എൻ്റെ തന്നെ നോട്ട്
അതിപ്പോൾ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആയാലും PKPSC ആയാലും ഞാൻ എൻ്റെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് അത് തന്നെയാണ് പഠിക്കാറ്. അപ്പോൾ മെയിനായിട്ട് ഏതൊക്കെ വഴിയാണ് സോഴ്സസ് നമുക്ക്? എൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കാനും യൂട്യൂബും ഗൂഗിളും ആയിരുന്നു. യൂട്യൂബിലെ ചാനൽസ് മിക്കവാറും അത് ഈ PSCക്ക് വേണ്ടി തന്നെ അല്ല, അതിന് മുന്നേ GK റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. മലയാളത്തിലായാലും ഇംഗ്ലീഷായാലും പിന്നെ നാഷണൽ ലെവലിൽ UPSC ബേസ്ഡ് ഹിസ്റ്ററി ക്ലാസ്സുകൾ അതൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. ടെലഗ്രാമിൽ മെയിനായിട്ട് എനിക്ക് 3 സോഴ്സസ് ആണുള്ളത്. PKPSC, പിന്നെ ഫസ്റ്റ് ബെൽ മലയാളം, പിന്നെ ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ്. ഇത് 3 മെയിനായിട്ട് ഞാൻ ടെലഗ്രാമിൽ യൂസ് ചെയ്തത്. ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ PSCയിലോട്ട് വരുമ്പോൾ പലരും ഭയങ്കര വാസ്റ്റ് ആയിട്ട് ഒരു ബേർഡൻ ആയിട്ട് പറയാറുള്ളതാണ്. നിഖിലിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വളരെ ആഴത്തിലൊന്നും പഠിക്കാൻ പോയിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെ എനിക്കും അറിയായിരുന്നു. പക്ഷെ ഇഷ്ടമാണ് പഠിക്കാൻ, വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി സമയത്ത് വന്നപ്പോൾ കുറച്ച് റിസ്ക് എടുത്തായിരുന്നു. കാരണം കമ്പനി ബോർഡിൽ വളരെയധികം അറ്റംപ്റ്റ് കുറഞ്ഞു പോയി എന്നുള്ള ഒരു തോന്നൽ വന്ന കാരണം യൂണിവേഴ്സിറ്റിയിൽ റിസ്ക് എടുത്തു. അതും ഈ PK ചേട്ടൻ്റെ ഓറിയന്റൽ ക്ലാസ് തൊട്ട് മെയിൻസിന്റെ തൊട്ട് തലേന്ന് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം എഴുതിയിട്ട് വരരുത്, അങ്ങനെ എഴുതി വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വരില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പം ആ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 10-15 ക്വസ്റ്റ്യൻ വരെയൊക്കെ ഞാൻ ചിലപ്പോൾ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്തു. കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു മാർക്ക് ഒരു 4 മാർക്കൊക്കെ കുറഞ്ഞു. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് 64 ആളുടെ 60 59 ഒക്കെ ആയി പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 300 400 ആ റേഞ്ചിലോട്ട് റാങ്ക് പോകുമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കണ്ണുടച്ചുള്ള കറക്കൂത്തലല്ല, നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ കാണും. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ നമുക്കതിന് പൂർണ്ണമായിട്ട് കറക്റ്റ് ആൻസർ അറിയില്ലായിരിക്കും, എന്നാൽ നമുക്ക് ഇതായിരിക്കാം ശരി ഉത്തരം എന്നൊരു തോന്നൽ വരും. അങ്ങനെ വരുന്ന തോന്നൽ എൻ്റെ അഭിപ്രായത്തിൽ 60% അത് തന്നെ ആയിരിക്കും. ബാക്കി 40% തെറ്റാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ കേസിൽ വന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ആനുകാലിക വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കമ്പനി ബോർഡ് ടൈമിൽ ഞാൻ ഒരു ഗൈഡ് മേടിച്ചായിരുന്നു, പക്ഷെ അതെനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അത് അത്രത്തോളം വാസ്റ്റ് ആയിരുന്നു, അത്രത്തോളം കാണാതെ പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ലായിരുന്നു. പിന്നീട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങി. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം വന്നപ്പോഴത്തേക്ക് PKPSCയിൽ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിന്റെ വീണയുടെ ക്ലാസ്സും അഞ്ജലിയുടെ ക്ലാസ്സും അത് കേൾക്കുമായിരുന്നു. അതുപോലെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഇവർ 3 പേരുടെ ക്ലാസ് ഞാൻ കേൾക്കുമായിരുന്നു. ഫാരിസിന്റെ ക്ലാസ് ഇത് 3 ഞാൻ കേൾക്കുമായിരുന്നു. ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് ലിസ്റ്റുകളിൽ വന്ന ഒരാളാണ്. ഏകദേശം എത്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും? ഏകദേശം പറയാൻ പറ്റുന്നുണ്ട്? ഏകദേശം 8 ലിസ്റ്റിലുണ്ട്. അപ്പം തികച്ചും വളരെ മികച്ചൊരു അച്ചീവ്മെന്റ് ആണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരുപാട് പേര് കൺഫ്യൂഷൻസ് ആയിട്ട് പഠിച്ച് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ചിന്തയാണ് കൂടുതൽ പേർക്കും. എന്താണ് നിഖിലിന് അവർക്ക് നൽകാനുള്ള അഡ്വൈസ് ആയിട്ട് പറയുന്നു പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് വേണം. നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വേണം. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അത് കോൺഫിഡൻസ് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് PSC ക്രാക്ക് ചെയ്യാൻ ഒട്ടും പാടില്ല. ഒരു കോൺഫിഡൻസും നല്ലതായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും PSC ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ എൻ്റെ ജേർണിയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ, ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ, അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ പേരെടുത്ത് പറയാനുള്ളത് എൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ വൈഫിൻ്റെ അമ്മയും അച്ഛനും. അവരുടെ ആ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് അത് എത്താൻ പറ്റിയത്. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പോയി ചേർന്നു പറഞ്ഞു. അവരുടെ കോൺട്രിബ്യൂഷനും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ PKPSCയിലെ PK ചേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അവിടെ ക്ലാസ് എടുത്ത അഞ്ജലി, വീണ, പിന്നെ അതുപോലെ ക്ലാസ് എടുത്ത എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ. ഇനി എന്തൊക്കെയാണ് ഭാവി പ്രിപ്പറേഷൻസ്? ഇപ്പോഴും പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നു? ഇപ്പോഴും ഞാൻ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പഠിക്കുന്നില്ല, എങ്കിലും അത് ടച്ച് വിട്ടുപോകാതിരിക്കാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ പഠിക്കുന്നുണ്ട്. അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതാനാണ്. സെക്രട്ടേറിയറ്റ് ആണ്. അത് കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമം ഇപ്രാവശ്യം നേടിയെടുക്കണം. അപ്ലൈ ചെയ്യണം, പഠിക്കണം എന്നുണ്ട്. ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ എത്രത്തോളം പറ്റും എന്നുള്ള കാര്യം അറിയത്തില്ല. പഠിത്തത്തിന്റെ ഇടയ്ക്ക് ചെറിയ ബ്രേക്സ് ഒക്കെ എടുക്കുന്ന കൂട്ടത്തിലാണ്. എങ്ങനെയാണ് മറ്റു ഹോബീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് ഈ യൂട്യൂബ് ചാനൽസ് അതൊക്കെ തന്നെയാണ്. മൂവീസ് ഒരുപാട് കാണും, ഇന്റർനാഷണൽ മൂവീസ് ഞാൻ ഒരുപാട് കാണും, സീരീസസ് ഒരുപാട് കാണും, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ സ്പോർട്സ് ഈവൻറ്റ്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, അതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. സോ ഇത്രയും നേരം നമ്മളോടൊപ്പം വന്നതിനും ഒരുപാട് കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിനും ഒത്തിരി നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയട്ടെ. താങ്ക് യു സോ മച്ച്.
സോ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷനിൽ 31ാം റാങ്ക് കരസ്ഥമാക്കിയ നിഖിലാണ്. നിഖിലിന്റെ സ്ട്രാറ്റജീസ് കുറച്ചൊന്ന് മാറ്റി കാൽക്കുലേറ്റഡ് റിസ്ക് ഒക്കെ കൂടുതൽ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ്, അറ്റംപ്റ്റ്സ് ഒക്കെ ഒന്ന് കൂട്ടാൻ തുടങ്ങിയപ്പോഴാണ് 31 ഒരു മികച്ച അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്. സോ ഇതുപോലെ മികച്ച റാങ്കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്കും PKPSC കോർണറിന്റെ ഭാഗമാകാം. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരേക്കും നന്ദി. PKPSC Corner. Craft your future.